ഹലോ ഗൈസ്, ഓൾ സ്റ്റാൻഡ് അപ്പ്, ദിസ് ഈസ് ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞാനും എന്റെ ടീമും ഡബിൾ സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ് ആയി രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ നൈറ്റ് താമസിച്ചത് ഒരു വീട്ടിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ളവരെന്താ കട്ടിലാണോ താമസിക്കുന്നതെന്ന്. ഐ മീൻ താഴത്തെ നിലയിൽ വീട്ടുകാർ താമസിക്കുന്നു, മേളിലത്തെ നില റെന്റിന് കൊടുത്തിരിക്കുന്നു, പേയിങ് ഗസ്റ്റ് പോലെ. ഞങ്ങൾ രാവിലെ എണീറ്റ് വന്നപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിരുന്നു. ഇത് പിന്നെ പ്രത്യേകിച്ച് റെഡിയാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റിനെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറയുവേ. എന്ന് പറയുമ്പോൾ ബ്രെഡ്, പേസ്ട്രീസ്, ഫ്രൂട്ട്സ്, മുട്ട പുഴുങ്ങിയത്, അങ്ങനെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിലുള്ള ബ്രേക്ക്ഫാസ്റ്റ്. തിന്നാൻ പറ്റുന്ന അത്രയും തിന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ സൂര്യനുമായിട്ടൊരു ചേസിങ്ങിലാണ്. കാരണം ഇന്ന് ഒട്ടും സമയം കളയാനില്ല. താനി മലയാളി സ്റ്റൈലില് കണ്ട സ്ഥലം മുഴുവൻ ഓടി കണ്ടു തീർത്തിട്ട് ഇന്ന് രാത്രി തന്നെ വീട് പിടിക്കണ്ടേ. ഇത്രയും ഭംഗിയുള്ള കാഴ്ച കണ്ടപ്പം എന്റെ ഉള്ളിലെ കവി വെറുതെ ഉണർന്നു, ഒരാവശ്യമില്ലാതെ. സൂര്യൻ അബ്രപാളികൾ കീറിമുറിച്ച് പൊൻപ്രഭ ചൊരിഞ്ഞ് ഉദിച്ചുയരാനായി വെമ്പുന്നു. അതിനായി അവൻ മേഘകൂടാരങ്ങൾ ഭേദിച്ച് വാനമെമ്പാടും വർണ്ണങ്ങൾ വിതറുന്നു. എന്താലേ വയലാർ എഴുതുവോ ഇതുപോലെ? മലയാളത്തിനെ A+ മേടിച്ചു തന്നെ സുമ്മാവാ. എന്താന്നോ? ഓ, ഗാലറി നമുക്കെതിരാണെങ്കിലും ഞാനൊരു മൂഡ് പിടിച്ചങ്ങ് വരുമായിരുന്നു. അപ്പൊ ഉണ്ട് നമ്മുടെ വണ്ടിയിലെ പ്ലേലിസ്റ്റിൽ വന്നേക്കുക അതും കറക്റ്റ് സൂര്യൻ ഉദിച്ചു വന്നപ്പോ. സൂര്യന് വരെ നമ്മുടെ കവിതയോട് താല്പര്യം ഇല്ലാത്ത ഇതൊക്കെ എന്ത്. അതൊക്കെ പോട്ടെ, നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് ഫെയറി പൂൾസിലേക്കാണ്. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട പ്രകൃതിദത്തമായ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കുളങ്ങളുമാണ് ഈ ഫെയറി പൂൾസ്. ഒരു ഫെയറി ടെയിൽ കഥയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ആംബിയൻസ്. അതുകൊണ്ടാണ് ഫെയറി പൂൾസ് എന്ന് പേര് വന്നത്. ദോണ്ടേ ആ ദൂരെ കാണുന്ന മഞ്ഞുമലയില്ലേ, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളവിടെ എത്തിയപ്പോൾ വേറെ ഒറ്റ മനുഷ്യരില്ല. ഒരു പാർക്കിംഗ് സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചു. പക്ഷെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് വണ്ടി അവിടെ സേഫ് ആയിരിക്കുമോ എന്ന് മനസ്സിലാക്കുന്നൊരു സംശയം. ചെമ്മരിയാടുള്ള ആലഞ്ചേരി. Yes guys, that's me. That's my hidden talent. I can talk like sheep. അപ്പൊ ഇതാണ് സ്ഥലം. മഞ്ഞും മഴയൊന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പായിരുന്നു. വിന്ററിൽ പിന്നെ വേറെ എന്ത് എക്സ്പെക്ട് ചെയ്യാനാ അല്ലേ? ഇസു ഒരേ പെടപ്പ്, അവൾക്ക് കയ്യിലിരിക്കാൻ വയ്യ, അവൾക്ക് വെള്ളത്തിൽ കളിക്കണം. ആ, നിന്നെ കുറിച്ചാ പറയുന്നത്. ഗ്ലെൻ ബ്രിറ്റിൽ എന്ന് പറയുന്ന ഈ സ്ഥലത്തുള്ള ആനിമൽസും പ്ലാന്റ്സിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ എഴുതിയിരിക്കുന്ന വേറൊരു ഭാഷയില്ല. സ്കോട്ടിഷ് ഇംഗ്ലീഷ് കൂടാതെ ഈ ഹൈലാൻഡ്സിലുള്ളവര്, ഐൽ ഓഫ് സ്കൈ പോലുള്ള സ്ഥലങ്ങളിലുള്ളവര് സ്കോട്ടിഷ് ഗാലിക് എന്ന് പറഞ്ഞൊരു ഭാഷയെ ഉപയോഗിക്കും. അതൊരു പ്രാചീന ഭാഷയാണ്. പക്ഷെ ഇവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ആ ഭാഷ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഷയിലുള്ള ബോർഡുകൾ ഇവിടെ പലയിടത്തും കാണാം. ഇവിടെ ഒരാൾ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ബഹളമായിരുന്നു. വെള്ളത്തിന് ഭയങ്കര തണുപ്പാ, അല്ലെങ്കിൽ ഇറക്കായിരുന്നു. സോ ഞങ്ങളുടെ മലകയറ്റം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇപ്പൊ വണ്ടിയിലിരുന്ന് ഡ്രോൺ വഴി അരുണിനെ അമ്മൂനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോ എനിക്കുണ്ടല്ലോ ലാല ലാല ലാല. ഹായ്, എന്റെ പേര് ഡോറ. ഇവരെന്റെ കൂട്ടുകാരാ. ഇവർക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴി കാണിക്കാൻ സഹായിക്കാമോ? അതാണ് ഓർമ്മ വന്നത്. ഡോറ ബുജിയുടെ സൗണ്ട് എനിക്ക് നന്നായി ചേരുന്നുണ്ടല്ലേ. ഓ, എനിക്ക് വയ്യ. പിന്നെ അവര് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ ഇപ്പൊ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് കാസർഗോഡുള്ള ചില പ്രദേശങ്ങളാണ് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് ഈവനിങ് പോസ്റ്റ് വെഡിങ് ഫോട്ടോഷൂട്ട് ഇങ്ങനെ ഒരു പ്രദേശത്തായിരുന്നു. ഇത്രയും നല്ലൊരു സിംഗിൾ ട്രാക്ക് റോഡ് കിട്ടിയിട്ട് നമ്മുടെ വണ്ടിയുടെ ഒരു ഡ്രോൺ വിഷ്വൽ എടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ? നമ്മൾ ഈ വണ്ടി റെന്റിലെടുത്തപ്പം 6 മൈൽ മാത്രം ഓടിയിരുന്ന ഒരു വണ്ടിയായിരുന്നു ഇത്. ഇപ്പൊ ഇത് ഏതാണ്ട് 1000 മൈൽ അടുത്ത് ഓടി. ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ എനിക്ക് ബൈജു എൻ നായരെ പോലെ ഒരു കാർ റിവ്യൂ ഒക്കെ ചെയ്യായിരുന്നു. പക്ഷെ നശിപ്പിച്ച്. ഈ സിംഗിൾ ട്രാക്ക് റോഡുകൾ കാണാൻ നല്ല രസമാണ്. ഇത് കാണാൻ നല്ല രസമാണെങ്കിലും ഓടിക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം ഏത് നിമിഷവും ഓപ്പോസിറ്റ് വണ്ടി വരാം.
ഇനി ഓപ്പോസിറ്റ് വണ്ടി വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള പാസിംഗ് പ്ലേസസിൽ നമുക്ക് പാർക്ക് ചെയ്യാം. പാസിംഗ് പ്ലേസസ് നമ്മുടെ റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ റോട്ടിൽ തന്നെ വണ്ടി നിർത്തിയിടുക, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് ആ സ്പേസിൽ പാർക്ക് ചെയ്യാം. കാറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ കാർ ഒരു രക്ഷയില്ലായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയായിരുന്നു. സോ ഫാർ സോ ഗുഡ്. പിന്നെ ഈ ഡ്രോൺ വിഷ്വൽസ് കുറച്ചും കൂടി ഹൈറ്റിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമായേനെന്ന് എനിക്ക് തോന്നി. എന്തായാലും നമ്മൾ ഇത്രയും നേരം ഓടിച്ചിട്ടും ഓപ്പോസിറ്റ് ഒരു വണ്ടി പോലും വന്നില്ല കേട്ടോ. അതെന്തായാലും നന്നായി. നമ്മൾ വണ്ടി ഓടിച്ച് നേരെ പോയത് ലെൽറ്റ് ഫോൾസിലേക്കാണ്. ഇവിടെ ടോട്ടൽ 2 വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇതൊന്ന്, ഇത് മറ്റൊന്ന്. നമ്മുടെ നാട്ടിലെ വെള്ളച്ചാട്ടങ്ങളെയൊക്കെ വെച്ച് ഇത് നോക്കുമ്പോൾ ഒന്നും അല്ലാത്ത പോലെ തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാലും മഴക്കാലത്ത് നമ്മുടെ നാട്ടിലെ വെള്ളച്ചാട്ടത്തിന് അതൊരു പ്രത്യേക അഴകാണ്. പിന്നെ ഇതൊരു പുതിയ കാഴ്ചയായി തോന്നി. വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളം നേരെ പോകുന്നത് കടലിലേക്കാണ്. ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ്. കണ്ണേ കാണുന്നില്ല. ഇപ്പൊ കാണാം, കുറച്ചടുത്ത് വന്നു. അമ്മൂന്റെ ഈ ഊള സൗണ്ടും എന്റെ സൗണ്ടും തമ്മിൽ ചെറിയ സിമിലാരിറ്റി ഒക്കെ തോന്നുന്നില്ലേ? വാട്ട് ടു ഡു, ഇറ്റ്സ് മാനുഫാക്ചറിംഗ് ഡിഫെക്ട്. ഇവിടെ കടലിലേക്ക് ഇറങ്ങാനായിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ചെറിയ സ്റ്റെപ്പിലൂടെ ഇസൂനെയും കൊണ്ട് താഴത്തേക്ക് ഇറങ്ങൽ കുറച്ച് റിസ്ക് ആയി തോന്നി. സോ ഞങ്ങള് ആ സാഹസത്തിന് മുതിർന്നില്ല. നല്ല കുത്തനെയുള്ള സ്റ്റെപ്പുകളായിരുന്നു. ബട്ട് അരുൺ ദി എക്സ്പ്ലോറർ ആ ചലഞ്ച് ഏറ്റെടുത്ത് അവൻ മട്ടും താഴെ ഇറങ്ങി. നമ്മൾ അവിടെ നിന്ന് പിന്നെ വന്നത് കിൽറ്റ് റോക്കിലേക്കാണ്. ഇതൊരു സീസൈഡ് വാട്ടർഫോൾ ആണ്. ഈ കിൽറ്റ് എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിലെ ആണുങ്ങൾ ധരിക്കുന്ന ഒരു സൈസ് പാവാടയാണ്. എങ്ങനെയാ ഞാൻ പറയാ, ഇന്നലെ ഞാനും അമ്മ ഇട്ടില്ലേ ആ പാവാട, അതാണ് കിൽറ്റ്. ആ പാവാട അധികവും ചെക്ക് ഡിസൈനിലാണ്. ചില പാവാടയ്ക്ക് ഞൊറികളും ഉണ്ടാവാറുണ്ട്. ഇവിടെ ആ ദൂരെ കാണുന്ന പാറകള് ആ ഞൊറി ഇട്ട പാവാട പോലെ ഇരിക്കുന്നു എന്നാണ് ഇവര് പറയുന്നത്. പണ്ട് ആണുങ്ങള് യുദ്ധത്തിനും ജോലി ചെയ്യാനുള്ള സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ആ പാവാട ഉപയോഗിച്ചിരുന്നത്. സോ ഇപ്പോഴും കല്യാണങ്ങളിലും മറ്റു ഫംഗ്ഷനുകളിലും ഇവരുടെ പാരമ്പര്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പാവാട ധരിക്കാറുണ്ട്. ഇത് ഫസ്റ്റ് ടൈം ഞങ്ങൾ സ്കോട്ട്ലൻഡ് വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ടൂറിസ്റ്റ് ഗൈഡ് ആയിരുന്നു. പുള്ളിയും ആ പാവാട ഇട്ടിരുന്നത്. പിന്നെന്താ, ഐൽ ഓഫ് സ്കൈയിലെ പല സ്ഥലങ്ങളിലും ദിനോസറിന്റെ ഫുട് പ്രിന്റ്സ് ഉണ്ട് അത്രേ. ക്യാൻ യു ബിലീവ് ഇറ്റ്? നമ്മൾ ഇനി പോണത് ദി ഓൾഡ് മാൻ ഓഫ് സ്റ്റോറിലേക്കാണ്. ഈ പേരത്ര പരിചിതമല്ലെങ്കിലും ഈ സ്ഥലം നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു സ്ഥലമാണ്. ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലേ? എവിടാന്ന് ഓർത്തെടുത്തോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഇത് നമ്മുടെ വിൻഡോസിന്റെ ലോക്ക് സ്ക്രീൻ ആണ്. ഈ ആംഗിളിൽ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഞാൻ 2 ഫോട്ടോ ഇടാം. ഇപ്പൊ ചെറുതായിട്ട് കത്തി വരുന്നുണ്ടല്ലേ? അതൊക്കെ പോട്ടെ. ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇവര് പറയണത് എന്താന്ന് വെച്ചാല് ഇത് ഏതോ ഒരു ആംഗിളിൽ നിന്ന് ഒരു കിളവൻ നിക്കണ പോലെ ഉണ്ടത്രേ. ആ പാറക്കൂട്ടങ്ങളില് ഏറ്റവും ഉയരം കൂടിയ പാറയ്ക്കാണ് അങ്ങനെ ഒരു ഫേസ് കട്ട് ഉള്ളത്. അങ്ങനെയാണ് ഈ പ്ലേസിന് ദി ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ എന്ന് പേര് വന്നത്. സത്യം പറഞ്ഞാൽ പണ്ട് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായപ്പോ മൃദുവായ ഭാഗങ്ങളൊക്കെ ഒലിച്ചു പോവുകയും കട്ടിയുള്ള ഭാഗങ്ങൾ മാത്രം അവശേഷിക്കുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു രൂപം ഉണ്ടായത്. നാട്ടുകാർക്ക് പക്ഷെ ഇതിനെ കുറിച്ച് പല കഥകളും ഉണ്ട് കേട്ടോ. ഏതോ ഒരു ഭീമന്റെ കൈവിരലുകള് മണ്ണിൽ നിന്ന് ഇങ്ങനെ പൊന്തി നിൽക്കുന്നതാണോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഞങ്ങളിപ്പം പോയ ഒരുവിധ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ട്രെക്കിങ്ങിന് പറ്റിയ സ്ഥലങ്ങളാട്ടോ. സോ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റുവാണെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ട്രെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഡീറ്റെയിൽസ് ഒക്കെയാണ് ബോർഡിലുള്ളത്. ട്രെക്ക് ചെയ്യുവാണെങ്കിൽ ഒരു 1 to 2 hours എടുക്കും. ഞങ്ങൾക്ക് എന്തായാലും ട്രെക്ക് ചെയ്യാനുള്ള പ്ലാൻ ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇംഗ്ലീഷുകാരൊക്കെ ടൂർ പോണ പോലെ പോണം. ഒരു സ്ഥലത്ത് പോയി നിൽക്കുക, അവിടെ 2 ദിവസം കറങ്ങുക, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ടൂർ. നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ഓടിപ്പിടിച്ചാണ് സ്ഥലങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ ഇതോടുകൂടി ഐൽ ഓഫ് സ്കൈനോട് വിട പറയുകയാണ്. ഇതിന്റെ ഇടയിൽ ഒരു സ്ഥലം ഞാൻ പറയാൻ വിട്ടുപോയി. ഞങ്ങൾ സ്റ്റേ ചെയ്തത് പോർട്രിയിലാണ്. പോർട്രി എന്ന് പറയുന്നത് ഐൽ ഓഫ് സ്കൈയിലെ ഏറ്റവും വലിയ പട്ടണമാണ്. പിന്നെ ഈ പോർട്രി ഹാർബറിലെ നേരെയായിട്ട് ഒരുപാട് കളർഫുൾ ഹൗസസ് ഉണ്ട്. അത് അടിപൊളിയാണ് കാണാൻ. ഫെയറി പൂൾസ് മാത്രം മാറ്റി വെച്ചാല് ബാക്കി നമ്മൾ പോയ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും പോർട്രിക്ക് അടുത്താണ്. അപ്പൊ അത്രേ ഉള്ളൂ കാര്യം. Now it's time to leave this beautiful place. ഇന്നലെ ഐൽ ഓഫ് സ്കൈയിലേക്ക് വരുന്ന വഴിക്ക് പോണെന്ന് വിചാരിച്ച ഒരു സ്ഥലത്ത് നമുക്ക് കയറാൻ പറ്റിയില്ല. അപ്പൊ തിരിച്ചു പോണ വഴിയില് അവിടെ നിന്ന് കയറണം എന്നുണ്ട്. അപ്പൊ ഇതാണ് ഇന്നലെ ഞങ്ങൾക്ക് മിസ്സായ സ്ഥലം. ഇത് എലിയൻ ഡോണൻ കാസിൽ. 3 തടാകങ്ങൾ കൂടി ചേരുന്നിടത്താണ് ഈ കാസിൽ
സ്ഥിതി ചെയ്യുന്നത്. ഇതും കുറച്ചധികം ഫേമസ് ആയ ഒരു സ്ഥലമാണ്. ഇവിടെയാണ് തും പാസ് ആയേ യൂ മുസ്കുരായേ ലാ 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 കുച്ച് കുച്ച് ഹോത്താ ഹേ 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 കുച്ച് കുച്ച് ഹോട്ടകളോ ആ സോങ് ഷൂട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ കക്കൂസ് അബ്ബാസും ഐശ്വര്യ റായി ഒന്നിച്ചഭിനയിച്ച കണ്ടുകൊണ്ടേൻ സിനിമയിലെ പാട്ടാണ്. ഈ പാട്ട് മുഴുവൻ ഇവിടെയാ ഷൂട്ട് ചെയ്തത്. ഇതിൽ പുള്ളിയെ കാണാൻ ഒരു കുട്ടി പ്രിൻസ് പോലെ ഉണ്ടല്ലേ. ഐശ്വര്യ റായി പിന്നെ പറയണ്ടല്ലോ, ലോകസുന്ദരിയല്ലേ. എൻ കൺ പാർത്തത് എൻ കൈ സേരുമോ, എൻ കൈ സേരാമലേ കണ്ണീർ സേരുമോ, വെണ്ണില വെളിച്ചം കിണ്ണത്തിൽ വിഴുந்து நிறைந்தால் வலிந்தால் மகிழ்ச்சி, വെണ്ണില വെളിച്ചം കിണ്ണത്തെ ഉടൈത്താൽ ഉയരെ ഉടൈപ്പാൾ ഒരു തീ. ഇപ്പൊ മനസ്സിലായില്ലേ ഈ കോട്ട ചില്ലറക്കാരിയല്ലാന്ന്. ഇനിയിപ്പം വേറെ സ്ഥലങ്ങളൊന്നും കാണുന്നില്ല, നേരെ സണ്ടർലാൻഡിലേക്ക് വെച്ച് പിടിക്കുക. ഇന്ന് തന്നെ ഓടിപ്പിടിച്ച് വീട്ടിൽ പോണ എന്നാന്ന് വെച്ചാ നാളെ രാവിലെ അമ്മൂനും വരണം തിരിച്ച് നോർത്താംപ്ടണിലേക്ക് പോകേണ്ടതാ. ബോയ്സ് ആർ ഓൾവേസ് ബോയ്സ്. ഇവിടെ ഇത്രയും നല്ല ക്യാസിൽ ഉണ്ടായിട്ടും ഇത്രയും നേരം ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി, ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്ന വണ്ടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഓക്കെ ഗൈസ്, ഐ ലവ് സ്കൈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.